അപ്പോൾ ഓരോ കാലത്തും അള്ളാഹു താല ആ കാലത്തിന് യോജിച്ച മുഅ്ജിസത്ത് നൽകും. അതൊക്കെ ഒരു ആദ്യ ഭാഗമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഫിറഔൻ്റെ വീട്ടിലാണ് വളർന്നത്. 9ാമത്തെ ജുസ് അതിൽ സൂറത്തുൽ അഅറാഫിൽ നിന്നുള്ള 15 പേജുകളും സൂറത്തുൽ അൻഫാലിൽ നിന്നുള്ള 5 പേജുകളുള്ളത്. സൂറത്തുൽ അഅറാഫിൽ ഇന്നലെ പാരായണം ചെയ്ത ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗം അഅറാഫ് എന്ന പേരുള്ള ആ ഒരു മതിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗം, അതിനെക്കുറിച്ചുള്ള പരാമർശം ഉള്ളതുകൊണ്ടാണ് ഈ സൂറത്തിന് അഅറാഫ് എന്ന പേര് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ഇബ്ലീസിൻ്റെയും ഒക്കെ സംഭവം, അതുപോലെ തന്നെ ഈമാനികമായ ധാരാളം സംഗതികൾ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഈ അഅറാഫിനെയും കുറിച്ചുള്ള വിവരണം, ശേഷം 5 പ്രധാനപ്പെട്ട നബിമാരുടെ സംഭവങ്ങൾ, നൂഹ്, ഹൂദ്, സാലിഹ്, ലൂത്ത്, ഷുഐബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരുടെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ജുസ് അവസാനിക്കുകയാണ്. ശേഷം ഇവർക്ക് ശേഷം നാം മൂസാ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്രായേൽ സന്തതികളുടെയും സംഭവം വിവരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ സമൂഹങ്ങളിൽ നിന്നൊക്കെ മാറ്റമായിട്ട് ഒരുപാട് അംഗങ്ങളുള്ള സമൂഹമാണ് ഇസ്രായേൽ സന്തതികൾ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്ത്. അതുപോലെ തന്നെ സംഭവ ബഹുലമായ ധാരാളം കാര്യങ്ങളുണ്ട്. ആ നേരത്തെ പറഞ്ഞ നബിമാരുടെ സംഭവങ്ങളൊക്കെ അര പേജിലും 1 പേജിലൊക്കെ തീരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം ഏകദേശം 8-10 പേജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഗുണപാഠമുള്ള ധാരാളം സംഗതികൾ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോടാണ് ദഅവത്ത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കൊന്നുകളയും, കൈകാലുകളൊക്കെ ഛേദിച്ചു കളയും. അങ്ങനെയുള്ളൊരു ഫിർഔൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പം അതെത്ര വലിയൊരു ഈമാനും ധൈര്യമായിരിക്കും. അല്ലാഹു തആല ഫിർഔനുമാരുടെ മുമ്പിൽ ദഅവത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ സംസാരിക്കുമ്പം കുറേ കാര്യങ്ങളുണ്ട്, സൂറത്തുൽ ഖസസിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ കഥക്കൊരു ആദ്യ ഭാഗമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔൻ്റെ വീട്ടിലാണ് വളർന്നത് എന്നൊരു സംഗതിയുണ്ട്. പുതിയ ആളൊന്നല്ല, വീട്ടിൽ വളർന്ന ആളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഫിർഔന് ഇടയിൽ ചോദിക്കുന്നുണ്ട്, വേറെ സൂറത്തിലാണ് അതിനെപ്പറ്റിയുള്ള പരാമർശമുള്ളത്, എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വീട്ടിൽ വളർന്നിട്ട് എത്രയോ കാലം ഇവിടെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാണോ? മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു പറയുന്നുണ്ട്, എന്നെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്നത്, അന്ന് എന്നെ പീഡിപ്പിച്ചതിന് ഇന്നൊരു ഔദാര്യമായിട്ട് എടുത്തു പറയാണോ? അതായത് വലിയൊരു ഔദാര്യം പോലെ എൻ്റെ അടുത്താണല്ലോ വളർന്നതെന്ന് ഫിർഔൻ ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, എന്തുകൊണ്ട് വളരേണ്ടി വന്നു? വീട്ടിൽ വളരാൻ സമ്മതിക്കാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അന്ന് അതിക്രമം കാണിച്ചതിന് ഇന്ന് ഔദാര്യമായിട്ട് എടുത്ത് പറയാണോ എന്ന് അപ്പം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സംസാരമാണെന്ന് അർത്ഥം. മൂസാ നബി അലൈഹി സ്വലാം മാന്യമായിട്ടാണ് പറയുന്നത്, കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ആ ഒരു മൈതാനം, ആ പ്രബോധന മേഖലയിൽ അവിടെ സംസാരം നടക്കുന്നത് നല്ല ചൂടുള്ള ചർച്ചയാണ്. അപ്പം ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ സാഹചര്യവുമായിട്ട് വലിയ സാമ്യമുണ്ട് അന്നത്തെ ഇസ്രായേൽ സന്തതികൾക്ക്. കാരണം അവർ വളരെ ഇസ്സത്തിലായിരുന്നു ഈജിപ്തിൽ കഴിഞ്ഞിരുന്നത്. കാരണം ഇതിനു മുമ്പ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലമായിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ക്ഷാമമൊക്കെ പരിഹരിച്ച് വലിയ ഇസ്സത്തുള്ള സ്റ്റേജിലാണ് ഉള്ളത്. മുഗളന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടായിരുന്നത് പോലെ. പിന്നെ ഫിറഔൻ്റെ കാലം വന്നപ്പോഴേക്ക് അടിമകളുടെ സാഹചര്യത്തിലാണ് ഇസ്രായേൽ സന്തതികളുള്ളത്. ഇന്നത്തെ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ സാഹചര്യം പോലെ. ഇന്ത്യ വിഭജനത്തിന് ശേഷം ക്രീം ലെയർ പാകിസ്ഥാനിലേക്ക് പോയപ്പം പിന്നെ ഒന്നുകിൽ ടിക്കറ്റ് ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇന്ത്യയോട് വലിയ കൂറും ഭക്തിയുള്ളവരാണ് ഇന്ത്യയിൽ നിന്നത്. അപ്പം ഒന്ന് ഇന്ത്യയോട് നല്ല കൂറും ഭക്തിയുള്ളവർ, ദൈവബന്ധ ഉലമാക്കൾ, അതുപോലെ തന്നെ ജമിയത്ത് ഉലമാ ഹിന്ദ്. പിന്നെ അല്ലെങ്കിൽ പോകാനുള്ള ടിക്കറ്റിന് പൈസ ഇല്ലാത്തവർ. അതല്ലാത്ത വലിയൊരു ശതമാനം പാകിസ്ഥാനിലേക്ക് പോകലാണ് നല്ലതെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പം അതും കൂടെ വന്നപ്പം പിന്നെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായൊരവസ്ഥ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, അവിടെയാണല്ലോ ഈ പലായനവും ഈ വിഭജനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നെത്തി നിൽക്കുന്ന സാഹചര്യം എന്താ? അടിച്ചു കൊല്ലുന്ന സാഹചര്യം. എത്രയാണ് മോബ് ലിഞ്ചിങ്? ഈ സാഹചര്യത്തിലാണ് ഫിറഔൻ്റെ കാലത്ത് ഇസ്രായേൽ സന്തതികളുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഫിറഔൻ്റെയും സംഭവം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിലൊക്കെ ദഅവത്ത് ചെയ്യുന്ന സമയത്ത് കാണാം, തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇസ്രായേൽ സന്തതികളെ താങ്കൾ വെറുതെ വിടണം, അവരെ വിട്ടുതരണം എന്ന് പറയുന്നത് ഇങ്ങനൊരു സാഹചര്യം കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഫിറഔനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും തെളിവുമായി വന്നിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ പീഡിപ്പിക്കുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്തണം. അപ്പോൾ ഫിറഔൻ ചോദിച്ചു, എന്താണ് ദൃഷ്ടാന്തം ഉള്ളത്? അപ്പോൾ ഓരോ കാലത്തും അള്ളാഹു താല ആ കാലത്തിന് യോജിച്ച മുഅ്ജിസത്ത് നൽകും. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലം പിന്നെ വന്നപ്പം അന്ന് വലിയ വൈദ്യശാസ്ത്രവും അതൊക്കെ അറിയുന്ന ആളുകളായിരുന്നു. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിലൂടെ രോഗികൾക്ക് നേരിട്ട് ശമനം നൽകുന്നത് കാണിച്ചു കൊടുത്തു. പല മാരകമായ അസുഖങ്ങൾ നേരിട്ട് മാറുന്നതും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അന്ന് അതായിരുന്നു വലിയ ദൃഷ്ടാന്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അറബി ഭാഷയിൽ അഭിമാനിക്കുന്ന ഖുറൈശികളുണ്ടായിരുന്നു. അപ്പം
ഇൽമിയായിട്ട് വൈജ്ഞാനികമായിട്ടും ഭാഷാപരമായിട്ടും മറ്റനേകം തരത്തിൽ അമാനുഷികമായിട്ടുള്ള ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. മൂസാ നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്യുന്ന സമൂഹത്തിൽ കൺകെട്ട്, ജാലവിദ്യ, കൂടോത്രം ഇതിൽ അഗ്രഗണ്യന്മാരുള്ള കാലമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ അത്ഭുതമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൈ കുപ്പായത്തിലേക്കിട്ട് പുറത്തേക്ക് വന്നാൽ അത് പ്രകാശിക്കുന്ന അവസ്ഥയിൽ, വടി താഴിട്ടാൽ അത് പാമ്പായി മാറുന്നത്. അപ്പം ഈ ജാലവിദ്യക്കാർ, കൺകെട്ടുകാർ, കൂടോത്രക്കാർ അവർക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്ന ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. വടിയിട്ടു പാമ്പായി മാറി, കൈ കുപ്പായത്തിൽ നിന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് പ്രകാശിക്കാൻ തുടങ്ങി. അപ്പം സദസ്സിലുള്ള ആളുകൾ പറഞ്ഞു, ഇത് കൂടോത്രമാണല്ലോ, നമുക്ക് വലിയ വലിയ കൂടോത്രക്കാരെ വിളിക്കണം, എന്നിട്ട് ഇദ്ദേഹത്തെ നേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടോത്രക്കാർ, കൺകെട്ടുകാർ, ജാലവിദ്യക്കാരൊക്കെ വന്നിട്ട് ചോദിച്ചു, എന്ത് തരും? ഫിറഔൻ പറഞ്ഞു, വലിയ സ്ഥാനം തരും. അപ്പോൾ ഇത് പലപ്പോഴും പണത്തേക്കാൾ വലുതാണ് ഈ ഡെസിഗ്നേഷൻ, റെപ്യൂട്ടേഷൻ, സമീപസ്ഥനാവുക, രാജാവിൻ്റെ ഒറ്റ ആളാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉയർന്ന സ്ഥാനമാനങ്ങൾ തരും, എൻ്റെ സമീപസ്ഥരാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരുമിച്ച് കൂടി. അപ്പോൾ അവർ പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ അവർക്കറിയാവുന്ന ജാലവിദ്യകളൊക്കെ അവർ കാണിച്ചു. കയറും കുറേ വടിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെക്കൊണ്ട് പല വിദ്യകളും കാണിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ വടി ഇട്ട സമയത്ത് കാണുന്നത് അത് വലിയ കൂറ്റൻ പാമ്പായി മാറി. ഇവർ ഈ കാണിച്ച വിദ്യകളെയൊക്കെ അത് വിഴുങ്ങിക്കളഞ്ഞു. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം, അത്ഭുതം അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ കൂടോത്രക്കാർക്ക് മനസ്സിലായി, ഇത് നമ്മൾക്കറിയാവുന്ന ഇനത്തിൽപ്പെട്ടതല്ല, ഇത് അമാനുഷികമായിട്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമായി വന്നതാണ്. വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പാരിതോഷികങ്ങൾ ഫിറഔൻ പ്രഖ്യാപിച്ച ഈ സംഘം ഒറ്റയടിക്ക് ഈമാൻ സ്വീകരിച്ചു. ഇത് കണ്ട ഉടൻ അവരുടെ ഈമാനിൻ്റെ ശക്തിയാണ് ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠം. രാവിലെ അവർ വന്നത് ഒരു നബിയെ പരാജയപ്പെടുത്താനാണ്, കുഫറിനെ സഹായിക്കാനാണ്. ഏകദേശം അത് കഴിയുമ്പോഴേക്ക് ഒരു ഉച്ചയായിട്ടുണ്ടാകാം. ഇവർ ഈമാൻ സ്വീകരിച്ചു. ഫിറഔൻ്റെ ദേഷ്യം അങ്ങോട്ട് തിളക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് മുതലാളിമാർക്കുള്ള പ്രശ്നം എന്താ? അടിമ മതം മാറി, നമ്മോട് ചോദിക്കാതെ പുതിയ മതം, അങ്ങനെയൊന്നും ചെയ്യാൻ തന്നെ പാടില്ല. ഫിറഔൻ പറയണം, എന്നോട് ചോദിക്കാതെ, എന്നോട് പറയാതെ, ഞാൻ അനുവദിക്കാതെ നിങ്ങളെങ്ങനെ ഇസ്ലാം സ്വീകരിക്കും? അവർ പറഞ്ഞു, നിനക്കിഷ്ടമുള്ള നീ വിധിച്ചോളൂ, നിൻ്റെ വിധി നടപ്പിലാകുന്ന ഈ ഭൂമിയിൽ മാത്രമാണ്. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതരാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഫിറഔൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ കയ്യും കാലും ഞാൻ മുറിക്കും, വലത് കൈയും ഇടത് കാലും, എന്നിട്ട് ഞങ്ങളെ കുരിശിൽ തറച്ചു വെക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നീ വിധിച്ചോളൂ, നിനക്ക് ഇഷ്ടമുള്ള തീരുമാനിച്ചോളൂ, നിൻ്റെ തീരുമാനം ഈ ഭൂമിയിലേക്കുള്ളതാണ്. ഞങ്ങൾ വിശ്വസിച്ചത് കാലാകാലത്തേക്കുള്ള തീരുമാനം എടുക്കുന്ന അല്ലാഹുവിലാണ്. എന്തൊരു ഈമാനാണ്! രാവിലെ ഒരു കുഫറിലാണ് അവർ, ഉച്ചയ്ക്ക് ഈമാൻ സ്വീകരിച്ചു, വൈകുന്നേരത്തേക്ക് അവർ ഷഹീദായിട്ടുണ്ടാകും. ഇങ്ങനൊരു ഈമാൻ, ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് സംഗതി ഉണ്ട് കേട്ടോ. നമ്മൾ സൗദിയിൽ നിന്ന് തബൂക്കിൽ നിന്ന് മുമ്പോട്ടേക്ക് നീങ്ങിയാൽ 2 ബോർഡറുണ്ട്. ഒന്ന് പടിഞ്ഞാറേക്ക് പോയി കടൽ തീരം വഴി ഹക്കിൽ നിന്ന് അഖബയിലേക്ക് പോകാം. രണ്ടാമത്തേത് വലിയ ബോർഡറുണ്ട്, നേരെ മഹാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്താം. അവിടുത്തെ രാജാവ്, റോമൻ രാജാവ് ഇസ്ലാം സ്വീകരിച്ചപ്പം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളും പിന്നെ വലിയൊരു സാമ്രാട്ടും ഉണ്ടാകും. അപ്പോൾ സാമ്രാട്ട്, അന്നത്തെ വലിയ ഭരണാധികാരി പറഞ്ഞു, ഒന്നുകിൽ ക്രിസ്ത്യാനായിട്ട് രാജാവായിട്ടിരിക്കുക, അല്ലെങ്കിൽ കൊലക്കാർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷഹീദാകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. സിംഹാസനം വിട്ട് അദ്ദേഹം ഷഹീദായി. അപ്പം ഇങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഈമാനിൻ്റെ വലിയ പാഠം, കൂടോത്രക്കാർ പഠിപ്പിച്ച പാഠം ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്, സൂറത്ത് താഹയിലും മറ്റും. ഇപ്പോൾ സൂറത്തുൽ ആറാഫിലെ ഈ ഭാഗം കാണാം. അവർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിലല്ല നീ പ്രതികാരം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. വീണ്ടും ഫിറഔൻ നടപടികൾ ആരംഭിച്ചു. ഇവർ ഈ ചെറിയ ന്യൂനപക്ഷം, ഈ ഇത്രയും ചെറിയ ആളുകൾ, ഇവരെ നമുക്ക് ഇല്ലാതാക്കി കളയാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, അല്ലാഹു തആല ഭൂമി നിശ്ചയിച്ചിട്ടുള്ളത് ഈമാനുള്ളവർക്കാണ്. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം, ക്ഷമിക്കണം. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരവും ആധിപത്യവും കൊടുക്കും. പിന്നെ ഇതിൽ പറയുന്നൊരു സംഗതി, മൂസാ നബി അലൈഹി സ്വലാമിനോടൊപ്പം ഉണ്ടായിരുന്നവർ ഈമാൻ ബലഹീനമായിട്ടുള്ള ആളുകളായിരുന്നു. അവർ നിരന്തരം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു. നമ്മൾ കാണുന്നല്ലോ, ഫിറഔനും പരിവാരങ്ങളൊക്കെ കടലിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞതാ, മൂസ ഞങ്ങളെ പിടിച്ചുപോയി എന്നാണ് പറഞ്ഞത്. മൂസാനെ പറഞ്ഞ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റുന്നുള്ളൂ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനത പറയാണ്, മൂസ നീ വന്നുകൊണ്ട് ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് കാര്യമുള്ളത്? നേരത്തെയും ഫിറൗൻ്റെ പീഡനമുണ്ട്, ഫിറൗൻ്റെ പീഡനം ഇപ്പോഴും ഉണ്ട്, ഇപ്പം എന്താ വ്യത്യാസം? നമ്മളിപ്പോൾ ഇസ്ലാമൊക്കെ സ്വീകരിച്ചതിൻ്റെ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്നൊരു വിഭാഗം. എന്താണെങ്കിലും അല്ലാഹു തആല പല സംഗതികളും പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു, പല പരീക്ഷണങ്ങൾ ചെറുത് കൊടുത്തു. ഈ
പല തരത്തിലുള്ള, അതായത് നമ്മൾ ഈ വെട്ടുകിളിയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ കൃഷി നശിപ്പിക്കുന്നതിൽ വെട്ടുകിളികൾ വരും. വെട്ടുകിളിയുടെ പരീക്ഷണം വന്നു, പേന് വന്നു, തവള വന്നു, അതുപോലെ തന്നെ തൂഫാൻ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുത്തു. ചെറുതൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഒന്ന് പകച്ചു നിൽക്കും. പിന്നെ പറയും ഈ സമയവും കടന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ഒരു ഗുണപാഠവും പഠിക്കാതെ കടന്നു പോകും. ചില സംഗതിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മൂസാ നബിയോട് ഒന്ന് ദുആ ചെയ്യാൻ വരെ പറയും. മൂസ നിൻ്റെ റബ്ബിനോടൊന്ന് പറഞ്ഞത് മാറ്റിത്തരുമെന്ന് ചോദിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അഹങ്കാരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരുള്ളിൽ പോലും ഈമാൻ ഉള്ളതുകൊണ്ടാണല്ലോ മൂസാ നബിയോട് ദുആ ചെയ്ത് മാറ്റിത്തരാൻ പറയുന്നത്. മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പഴയപടി. അള്ളാഹു പറയാണ്, എന്താണെങ്കിലും സംഭവത്തിൻ്റെ അവസാന ഭാഗത്തിൽ കാണാം, ഫിർഔൻ വന്നു, അള്ളാഹു തആല കടലിനെ പിളർത്തി കൊടുത്തു, ഈമാനുള്ളവർ അള്ളാഹു സഹായിച്ചു. അള്ളാഹു പറയാണ്, അടിച്ചമർത്തപ്പെട്ടിരുന്ന ആളുകൾക്ക് ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും നാം അധികാരം നൽകി. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കി അവർക്ക് കാണിച്ചു കൊടുത്തു. ഫിർഔനും അവൻ്റെ പരിവാരങ്ങളും പണിതുണ്ടാക്കിയത് മുഴുവനും നാം തകർത്ത് കളഞ്ഞു. പിന്നെ ആ ജനതയുടെ ഈമാനികമായ ബലഹീനതയുടെ പേരിലുള്ള ധാരാളം സംഭവങ്ങൾ. ഒരിക്കലും ഇങ്ങനെ പോകുന്ന സമയത്ത് ഷിർക്കിൻ്റെ രൂപങ്ങൾ കണ്ടപ്പം, നല്ല ഉത്സവവും നല്ല മട്ടൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, മൂസ അവർക്കുള്ളതുപോലത്തെ ഒരു ഇലാഹിനെ നമുക്കും തരുമെന്ന്. മൂസാനെ പറഞ്ഞു, നിങ്ങൾ എന്തൊരു കൗമാണിത്, അള്ളാഹു അവരെ നശിപ്പിക്കാനിരിക്കുകയാണ്, അവർ ഷിർക്കിലുള്ളത്. അപ്പോൾ ഈ ഷിർക്കിൻ്റെ അലങ്കാരങ്ങളും ഉടയാടകളൊക്കെ കാണുമ്പം അതിൻ്റെ പല രൂപങ്ങൾ, അതിൻ്റെ പല എക്സസൈസുകൾ, പലതരത്തിലുള്ള സൂര്യ നമസ്കാരം, മറ്റു നമസ്കാരം, കുറേ പേര് യൂണിഫോമൊക്കെ ഇട്ട് ചെയ്യുന്ന കാണുമ്പം നമ്മളാൾക്കാർക്ക് തോന്നും, എന്നാൽ പിന്നെ നമുക്കതുപോലെ ഒന്ന് ചെയ്താലോ, ഇജഅൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് കുറേ പുണ്യമായ പലതും ഉള്ളതുപോലെ എന്നാൽ ബദലായിട്ട് നമുക്കും എന്തെങ്കിലും. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളെന്തൊരു ജനതയാണ്, നിങ്ങൾക്ക് അള്ളാഹു തആല തൗഹീദ് നൽകി, നിങ്ങൾ എന്തിനാണ് ഇവരുടെ ഷിർക്കിലേക്ക് ആകർഷരാകുന്നത്, എന്തിനാണ്? അതുപോലെ തന്നെ അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് ഗ്രന്ഥം നൽകിയ സംഭവവും അള്ളാഹുവിനെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചതും അതിൻ്റെ ഒരു ചെറിയ തജല്ലി വന്നപ്പോഴേക്ക് തന്നെ അദ്ദേഹം ബോധം കെട്ട് പോയതും ഒക്കെ ഈ കൂട്ടത്തിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ശബത്ത് ആചരിക്കണമെന്ന്. അന്ന് ഈ ബനി ഇസ്രായേലിൽപ്പെട്ടൊരു സംഭവം അള്ളാഹു തആല വേറെ പറയാണ്. എന്നാൽ അവരത് ലംഘിച്ചു. ജനങ്ങൾ 3 തരക്കാരായി. ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചു, വേറൊരു കൂട്ടർ അവരെ ഉപദേശിച്ചു. അപ്പോൾ അതിൻ്റെ നടുവിൽ കുറച്ച് ഈ എന്താ പറയുക, സുൽഹുൽ കുല്ല ആൾക്കാരുണ്ട്, എല്ലാവരോടും നല്ലോണം പോകണം എന്നുള്ള. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കാനൊക്കെ പോകുന്നത്? അപ്പോൾ ഈ ഉപദേശിച്ച, നന്മ കൽപ്പിച്ച, തിന്മ വിരോധിച്ച ആളുകൾ പറഞ്ഞു, അള്ളാഹുവിനോട് നമുക്ക് കാരണം ബോധിപ്പിക്കാൻ പറ്റും, അള്ളാഹു ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അത് വഴി അനുസരിക്കാനും സാധിക്കും. അള്ളാഹു പറയാണ്, ഈ തിന്മ വിരോധിച്ച ആളുകൾ അള്ളാഹു തആല രക്ഷപ്പെടുത്തി. തിന്മ വിരോധിച്ച ആളുകൾ, ആ ദഅവത്ത് ചെയ്ത ആളുകൾക്ക് ഗ്യാരണ്ടിയുണ്ട്, അള്ളാഹു തആല അവരെ രക്ഷപ്പെടുത്തി. അപ്പോൾ നമ്മളെപ്പോഴും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരായിട്ട് മാറണം, ആ ഒരു സ്വഭാവം. അപ്പോൾ അതിനേതെങ്കിലും നിങ്ങളാരെങ്കിലും തബ്ലീഗുകാരാകണം, ജമാഅത്തിൽ പോകണം എന്നല്ല പറഞ്ഞത്, ആ ദഅവത്ത് ചെയ്യുന്ന ശീലം നമുക്കുണ്ടാകണം. ഒരു തിന്മ കണ്ടാൽ പറയുന്നൊരു സ്വഭാവം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് തരും. അവർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും, ഗുണകാംക്ഷയോടുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് മാത്രമല്ല, ഗ്യാരണ്ടി ഉള്ളത് ഈ കൂട്ടർക്ക് മാത്രമാണ്. നാം രക്ഷപ്പെടുത്തി ആ തിന്മ വിരോധിച്ച ആളുകളെ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, തിന്മ വിരോധിച്ചിരുന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു തആല പറയാണ്. ശേഷം അള്ളാഹു തആല ഇൽമ നൽകി ജീവിതം പാഴാക്കി കളഞ്ഞ ഒരാളുടെ സംഭവം കാണാം. നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു വ്യക്തിയുടെ സംഭവം. നാം അദ്ദേഹത്തിന് ഇൽമ നൽകി, എന്നാൽ അവർ ദുനിയാവിൻ്റെ പുറകിൽ പോയി കളഞ്ഞു. ശൈത്താൻ അവരെ വഴികെടുത്തി കളഞ്ഞു. അങ്ങനെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടവരായി അവർ മാറി. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഉയർന്ന അവസ്ഥയിലേക്ക് അവരെത്തിക്കുമായിരുന്നു. ഇന്ന് അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ നേതാക്കളുടെ ദുനിയാവിന് വേണ്ടി ദീൻ വിറ്റുകളയുന്ന അനുയായികളുണ്ട്. ഗ്രൂപ്പിസം വരുമ്പം, അല്ലെങ്കിൽ സംഘടനകൾ രണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി മാറുമ്പം ഏതോ നേതാക്കന്മാർ കുറച്ച് കാര്യം അതിലുണ്ടാകും, ബാക്കി കുറേ അവരുടെ താല്പര്യങ്ങളായിരിക്കും. അണികൾ വെറുതെ അതിനോട് അമിത താല്പര്യം കാണിച്ചിട്ട് അവസാനം മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ദീനിനെ പാഴാക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ ഇന്ന് ഫലസ്തീനിൻ്റെ വലിയ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. ദിവസേന കണ്ണ് കെട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് സ്ത്രീകളെ, പുരുഷന്മാരെ, കുട്ടികളെ. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബാങ്കിൽ മുഴുവൻ വീടുകളിൽ റെയ്ഡാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മുസ്ലിമീങ്ങൾക്ക് അവരെ രക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട്, മുഴുവൻ ഉമ്മത്തിനുമുണ്ട്. അത് പറഞ്ഞാലാണ് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുക. അപ്പോഴാണ് സലാഹുദ്ദീൻ അയ്യൂബിമാരുണ്ടാവുക. പകരം ന്യായീകരിച്ചു കൊടുക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ടതില്ല, രാജാവ് പറയണം, നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ടതില്ല, അവിടെയുള്ള ആളുകളൊക്കെ ഷിയാക്കളായതുകൊണ്ടാണ്, പിന്നെ അവർ ശരിയില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ മൗലവിമാർ ന്യായീകരിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ഏതോ രാജ്യത്ത് നിന്ന് ഫണ്ട് കിട്ടാനുണ്ട്, ആ ഫണ്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടി, അവരുടെ പരിപാടികളുടെ പകിട്ട് പോകാതിരിക്കാൻ വേണ്ടി. ഈ പറയുന്ന കക്ഷികൾ അവർക്ക് വേണ്ടി ഖുത്ബ ഓതുന്നവരുണ്ട് അറബ് രാജ്യങ്ങളിൽ.
ഇങ്ങനെ ഇതൊക്കെ വളച്ച് പറഞ്ഞു കൊടുക്കുന്നവർ, ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ നാം അവർക്ക് വചനങ്ങൾ നൽകി കിതാബ് ദീന് പഠിപ്പിച്ചു കൊടുത്തു. അവർക്കറിയാം ഹക്ക് എന്താണ്, എന്താ പറയേണ്ടതെന്ന് അവർക്കറിയാം. എന്നാൽ ഭൗതികമായ തുച്ഛമായ ലാഭം കിട്ടാൻ വേണ്ടി ഏതോ സംഘടനയ്ക്ക് വേണ്ടി, ഏതോ നേതാവിന് വേണ്ടി സ്വന്തം ദീനും ദുനിയാവും പാഴാക്കി കളയുന്നവരുടെ ഉപമ ഖുർആനിൽ പറഞ്ഞു, ഫമസലുഹു കമസലിൽ കൽബ്, അവരുടെ ഉദാഹരണം പട്ടിയുടേതുപോലെയാണെന്ന് ഖുർആൻ പറയാണ്. നാവ് പുറത്തിട്ട് നടക്കുന്ന, ഏതോ ഫണ്ട് കിട്ടാൻ വേണ്ടി, ഏതോ പദവികളും സ്ഥാനങ്ങളും കിട്ടാൻ വേണ്ടി ഒന്നിലും മിണ്ടാതെ വീട്ടിലിരുന്നാൽ പോരെ. ഇങ്ങനെ ദീൻ മാറ്റി പറയുന്നവർ, ദുനിയാവിൻ്റെ പുറകിൽ പോകുന്നവർ, അവരുടെ ഉപമ നബിയെ പറഞ്ഞു കൊടുക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ശേഷം ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ ഹൃദയങ്ങൾക്ക് പ്രകമ്പനം കൊള്ളിക്കുന്ന ധാരാളം ഉപദേശങ്ങളുണ്ട്. നിങ്ങൾ വിട്ടുവീഴ്ച മുറുകെ പിടിക്കണം, നന്മ കൽപ്പിക്കണം, ജാഹിലിയങ്ങൾ അവഗണിച്ചണം. അല്ലാഹു തആല ഒരു ജാഹിലും നമ്മുടെ ജീവിതത്തിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. എത്രയോ സമയങ്ങൾ പാഴാക്കലും പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകൾ, അവരെ നിങ്ങൾ അവഗണിച്ച് കളയണം. ഏതെങ്കിലും സമയത്ത് ശൈത്താൻ നിങ്ങളെ വഴിതെറ്റിച്ച് കളഞ്ഞെങ്കിൽ ഉടനെ നിങ്ങൾ തൗബ ചെയ്യണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഗഫ്ലത്തിലേക്ക് സ്ഥിരമായിട്ട് പോകാൻ പാടില്ല. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കണം. കാരണം തഖ്വയുള്ളവർ ശൈത്താൻ്റെ ഒരു സ്പർശനം അവർ കേട്ടാൽ അവരുടനെ കാര്യം മനസ്സിലാക്കുകയും അള്ളാഹുവിലേക്ക് തിരികുകയും ചെയ്യും. എന്നാൽ പിശാചിൻ്റെ സഹോദരങ്ങളാകട്ടെ വഴികേടിൽ അങ്ങനെ നീണ്ടങ്ങ് പോകും. പിന്നെ അവർ വഴികേടിൽ ഒരു കുറവും വരുത്തുകയില്ല. സൂറത്തുൽ ആറാഫിൽ ആയത്ത് മനസ്സിലാകാൻ വേണ്ടി പറയാം, അവസാനം ഖുദിൽ അഫ്വ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഓരോ ഉപദേശങ്ങൾ, ഓരോ ആയത്തും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകളാണ്. അപ്പോൾ ഒന്ന്, നന്മ കൽപ്പിക്കണം, ജാഹിലിയങ്ങൾ അവഗണിക്കണം. അതുപോലെ തന്നെ ശൈത്താൻ്റെ സ്പർശനമുണ്ടായാൽ, അഥവാ എന്തെങ്കിലും വസ്വാസ്, തെറ്റുകൾ, പാപങ്ങൾ, ഗഫ്ലത്ത് ഉണ്ടായാൽ ഉടനെ തൗബ ചെയ്യണം. തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. തൗബ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ശൈത്താൻ്റെ ആളുകൾ ഗഫ്ലത്തിൽ അങ്ങേ മുഴുകിപ്പോകും. അങ്ങനെ നമ്മളാകാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ ഓതപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മൗനം പാലിക്കണം. അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. ഖുർആൻ ഓതുന്നതും കേൾക്കുന്നതും ഖുർആനിലെ പരിചിന്തനം മുഴുവനും അള്ളാഹുവിൻ്റെ കരുണയും ഹിദായത്തും എല്ലാ ഖൈറും ഖുർആനിലുള്ളത്. നിങ്ങൾ അള്ളാഹുവിനെ നന്നായിട്ട് ഓർക്കണം. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെയും പേടിയോടെയും ഉറക്കയാക്കാതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ഗഫ്ലത്തിലായി പോകരുത്. പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ദിക്ർ, ദുആ ഗഫ്ലത്തിലേക്ക് പോകാതിരിക്കാനുള്ള വഴിയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന മലക്കുകളെ പറ്റി, അള്ളാഹുവിൻ്റെ സന്നിധിയിലുള്ളവർ അവർ അഹങ്കരിക്കുന്നില്ല, അവരവനെ തസ്ബീഹ് ചെയ്യുകയും അവനെ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം സൂറത്തുൽ അൻഫാലിൽ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. സൂറത്തുൽ അൻഫാൽ 10 പേജുണ്ട്. സമരാധിത സ്വത്തുക്കളെക്കുറിച്ച് പറഞ്ഞ് പിന്നെ ബദറിനെ കുറിച്ച് പറയാണ്. അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് പ്രയാസമായിരിക്കാം. ബദറിൽ പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരുന്നല്ലോ, പിന്നെ അള്ളാഹു വലിയ ഹൈറാക്കി മാറ്റില്ല. പ്രയാസം എന്ന് പറയാൻ കാരണം, രണ്ടാലൊരു സംഘത്തെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരും എന്ന് പറഞ്ഞു. ഒന്നുകിൽ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം, അല്ലെങ്കിൽ അബൂ ജഹലിൻ്റെ സൈന്യം. മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചത് കച്ചവട സംഘത്തെ നേരിടാം, കാരണം ആയുധങ്ങളൊന്നുമില്ല, വേഗം ഉള്ളത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വരുന്നത് സൈന്യമാണ്. അല്ലാഹു തആല കച്ചവട സംഘത്തെ വഴിമാറ്റി വിട്ടു. എന്നിട്ട് സൈന്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവരികയും നിങ്ങൾ അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല, സമയം പോലെ നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അള്ളാഹുവിനെ തെളിയിക്കണമായിരുന്നു സത്യം എന്താണ് അസത്യം എന്താണെന്ന്. തെളിവുള്ളവൻ തെളിവോടെ ജീവിക്കട്ടെ, നശിക്കുന്നവർ തെളിവോടെ നശിക്കട്ടെ. അപ്പം മുസ്ലിമീങ്ങളും ബലഹീനരാണ്, സജ്ജീകരണങ്ങളില്ല. ആ ഉള്ള തയ്യാറെടുപ്പും പോലും ഇല്ലാതെയാണ് സർവ്വസന്നാഹങ്ങളുമായിട്ട് വന്നവരുടെ മുമ്പിൽ അള്ളാഹു കൊണ്ടുപോയി വെച്ചത്. കാരണം അല്ലെങ്കിൽ പറയും സന്നാഹങ്ങൾ കൊണ്ട് ജയിച്ചതാന്ന് പറയും, ആയുധബലത്തിൽ ജയിച്ചു. അള്ളാഹു തആല പറയാണ്, അള്ളാഹുവിൻ്റെതല്ലാതെ സഹായം ഇല്ല തന്നെ എന്ന് മനസ്സിലാകുന്ന സാഹചര്യത്തിൽ നിങ്ങളെത്തി. നിങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, നിങ്ങളെ റാഞ്ചി എടുക്കുമെന്ന് പേടിച്ചിരുന്ന സമയം എന്ന് പറഞ്ഞാൽ തുടച്ച് പഠിച്ച് കൊണ്ടുപോകാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ അള്ളാഹു തആല ഓർമ്മപ്പെടുത്താണ്. അതുപോലെ മുഅ്മിനീങ്ങളുടെ എല്ലാം തുടക്കത്തിൽ തന്നെ കാണാം, അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ അവരുടെ ഹൃദയങ്ങൾക്ക് പെടയലുണ്ടാകും. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചാൽ ഈമാൻ വർദ്ധിക്കും. അവർ അള്ളാഹുവിൽ തവക്കുല് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈമാൻ വർദ്ധിക്കാൻ, ദീനുണ്ടാകാനുള്ള വഴി അള്ളാഹുവിനെ കുറിച്ച് പറയലാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും താക്കീതുകളും കേൾക്കലാണ്. നമ്മൾ സാധാരണ ജമാഅത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കും എന്ന് പറയും. ജമാഅത്തിൽ പോയിട്ടല്ല ഈമാൻ വർദ്ധിക്കുന്നത്, ഈ അമലുകൾ ചെയ്യുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുന്നത്. ഈ അമൽ നാട്ടിൽ നിന്ന് ചെയ്താലും, പോയിട്ട് ചെയ്താലും, വീട്ടിൽ നിന്ന് ചെയ്താലും, അടുക്കളയിൽ നിന്ന് ചെയ്താലും, മദ്രസയിൽ നിന്ന് ചെയ്താലും ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നാട്ടിലെ ഗഫ്ലത്തിനൊക്കെ ഒന്ന് മാറി സ്വസ്ഥമായിട്ട് അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കാൻ, പറയാൻ നമ്മൾ ജമാഅത്തിൽ പോകുന്നത്. അപ്പോൾ ജമാഅത്തിൽ പോകുന്നതല്ല ലക്ഷ്യം, മറിച്ച് നമ്മളോട് പറയപ്പെട്ടിരിക്കുന്ന ദഅവത്ത്, താലീം, ഇബാദത്ത്, ഖിദ്മത്ത്, ഇതൊക്കെ ചെയ്യലാണ് ലക്ഷ്യം. അതാണ് നമുക്ക് ഹിദായത്ത് കിട്ടാനുള്ള അമലുകൾ.
അപ്പം അള്ളാഹു ഖുർആനിൽ പറയണം, മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്ക് പെടയലുണ്ടാകും, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും, അവർ അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, അവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവർക്ക് വലിയ പദവികളും മാന്യമായ ഉപജീവനവുമുണ്ട്. അള്ളാഹു തആല ആ കൂട്ടത്തിൽ പെടാനും അങ്ങനെ ഈമാൻ വർദ്ധിക്കുന്നവരിൽ ഉൾപ്പെടാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അൽഹംദുലില്ലാഹ്.